ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി ബീട്രൂട്ട് തോരൻ. വളരെ രുചികരമായ ഒരു ബീട്രൂട്ട് തോരൻ എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 8 ചുവന്നുള്ളിയും ചേർക്കാം. 4 പച്ചമുളക് ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് നല്ല ചമ്മന്തി പരുവത്തിൽ അരച്ചെടുത്ത് നമുക്കിത് മാറ്റി വെക്കാം. നമുക്കൊരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചതിന് ശേഷം ചൂടായാൽ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നാൽ ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുത്ത കറിവേപ്പില നന്നായി മൊരിഞ്ഞ് വന്നാൽ ഇതിലേക്ക് നമുക്ക് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് വലിപ്പമുള്ള ബീട്രൂട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കഴുകി നന്നായി ക്ലീൻ ചെയ്ത് ഗ്രേറ്റ് ചെയ്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിത് ഇളക്കി നന്നായി യോജിപ്പിച്ച് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ ബീട്രൂട്ട് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. തേങ്ങാക്കൂട്ടിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിക്കാം. എൻ്റെ ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കറക്റ്റാണ്, ഇതിലേക്ക് ഇടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുത്ത് ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഞാനിവിടെ തീ ഓഫ് ചെയ്ത് ഞാനിവിടെ അടച്ചു വെക്കുകയാണ്. ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. ഓക്കേ, ബൈ ബൈ.